ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പം യൂണിവേഴ്സ് ഇന്ന് നിങ്ങളോട് പറയുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ മറ്റു പലരുടെയും സിറ്റുവേഷൻസ് ആലോചിച്ചും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിനെ പറ്റി ആലോചിച്ചും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും ഒക്കെ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അവരുടെ പ്രശ്നങ്ങൾ ഓർത്തും അങ്ങനെ എന്നിട്ട് സ്വന്തം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥത നിങ്ങളോട് കാണിക്കുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, സമയം എന്ന് പറയുന്നത് വളരെ തിരിച്ചു കിട്ടാത്തൊരു സാധനമാണ്. പക്ഷേ അത് എത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള കുറേ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരോടൊക്കെ നിങ്ങൾ പോയി സംസാരിച്ച് അവരെ ശരിപ്പെടുത്തേണ്ട ഒന്നും ഒരാവശ്യമില്ല. കാരണം അത് അവരുടെ സ്വഭാവമാണ്. നമുക്കൊരിക്കലും അത് മാറ്റാൻ വേണ്ടി പറ്റത്തില്ല. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ പാസ്റ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുന്നത് കൊള്ളരുതാത്ത കാര്യങ്ങൾ അല്ലേ. യൂണിവേഴ്സ് പറയുന്നത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷേ നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് മുന്നോട്ടൊരു നല്ലൊരു ജീവിതമുണ്ട്, പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും ഓർത്ത് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതൊക്കെ റിലീസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറുണ്ട്, നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. പിന്നെ നിനക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ കണ്ടെത്തി ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ്. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റുവാണെന്നാണ് പറയുന്നത്. പിന്നീട് ചെയ്യുക, അല്ലെങ്കിൽ നാളെ ആവട്ടെ, ഇങ്ങനെയൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിർത്തണം എന്നാണ് പറയുന്നത്. അതേപോലെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചിരിയും സന്തോഷമൊക്കെ കാണാൻ വേണ്ടിയിട്ടും യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. നിങ്ങൾ ഭയങ്കര എന്തെങ്കിലും വിഷമമായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടോ, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്നും മാത്രമേ നമുക്ക് ഒരു നല്ലതുണ്ടാവത്തുള്ളൂ. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമുക്കൊരിക്കലും ഒരു നല്ലതുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് ചെറിയ ഹാബിറ്റായിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മീ ടൈം, നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയം കണ്ടെത്തണം. ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മ്യൂസിക്കൊക്കെ കേൾക്കുന്നത് ഇഷ്ടമുള്ളതാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. അതേപോലെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ കാര്യങ്ങൾ വിട്ടതിന് ശേഷം നിങ്ങൾ ഇനി വരാനിരിക്കുന്ന സമയത്തെ വളരെ മനോഹരമാക്കി മാറ്റണം എന്നാണ് പറയുന്നത്. അങ്ങനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. അത് നിങ്ങൾ ചിലരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം അത് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങളുടേതാണെങ്കിൽ വന്നിരിക്കും. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ എനർജി നിങ്ങളുടെ എനർജി അനാവശ്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ എനർജി, ടൈം എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളുടെ റീഡിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.